എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ക്രോഷയാണ് പഠിച്ചു തുടങ്ങുന്നത്. ക്രോഷ സ്റ്റിച്ചുകൾ നമുക്ക് ഡ്രസ്സ് മാത്രമല്ല, പല പല സാധനങ്ങൾ ഇതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ടോയ്കൾ ചെയ്യാം, ടോയ്കളൊക്കെ ചെയ്യാം, ഫ്ലവേഴ്സ് ചെയ്യാം. ഇതൊരു മാസ്കാണ്, മാസ്ക് ചെയ്യാം. ഒരു ബാഗാണിത്, ബാഗ് ചെയ്യാം. ഒരു ഷാളാണിത്, ഷാളുകൾ ചെയ്യാം. ഇങ്ങനെ പല പല സാധനങ്ങൾ നമുക്ക് ഇതുകൊണ്ട് ചെയ്യാം. ഈ കലാരൂപത്തെ, ഈ ആർട്ടിനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുകയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മലയാളി അവഗണിക്കുന്ന ഒരു ആർട്ടാണിത്. ഇത് നമുക്ക് ഡ്രസ്സുകൾക്ക് മാത്രമല്ല, നമുക്ക് ഡ്രസ്സ് ആവശ്യമില്ലാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ ആർട്ടിന് മലയാളികൾ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത്. ഡ്രസ്സുകൾ മാത്രമല്ല, നമുക്ക് ഡെക്കറേഷൻ തയ്യലുകൾ ചെയ്യാൻ പറ്റും, ഓർണമെൻറ്റ്സായിട്ട് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ടോയ്കളായിട്ട് ചെയ്യാൻ പറ്റും, ഡെക്കറേഷൻ തയ്യലുകൾ ചെയ്യാൻ പറ്റും. അങ്ങനെ പല പല സാധനങ്ങൾ നമുക്കിതുകൊണ്ട് ഉണ്ടാക്കാം. ദേ നോക്കൂ, ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ആർട്ടാണ്. ഈസി ആയിട്ട് ചെയ്യാം, ഇച്ചിരി പഠിച്ചാൽ മതി. നമുക്ക് എന്ത് വേണമെങ്കിലും അതുകൊണ്ട് ചെയ്യാം. നമുക്കിതിന് വേണ്ട സാധനങ്ങൾ, എക്യുപ്മെൻറ്റ്സ് നോക്ക്, ഇതെല്ലാം നമുക്ക് ഓൺലൈനിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. നൂല്, ഈ കമ്പനിക്കാരുടെ നൂല് കമ്പനിയിൽ നിന്ന് നേരിട്ട് നമ്മൾ ഓൺലൈനിൽ ആമസോൺ വഴിയൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ കിട്ടും. അപ്പോൾ ഉള്ള സമയം ഒട്ടും വേസ്റ്റ് ആക്കാതെ ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് വീട്ടിൽ ഇരുന്ന് ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനും അത് വളരെയധികം പ്രയോജനം ചെയ്യും. സമയം ഒട്ടും വേസ്റ്റാക്കാതെ നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പം മാനസികമായിട്ട് തന്നെ നമുക്കൊരു സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകും. നമ്മൾ ഇപ്പോഴത്തെ പ്രതികൂല സാഹചര്യത്തിലേക്ക് നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ടെൻഷനാകും, പ്രശ്നങ്ങളാകും, രോഗങ്ങളാകും. അപ്പോൾ അതിനെ ഒഴിവാക്കിക്കൊണ്ട് കിട്ടുന്ന സമയം നമ്മൾ ഓരോന്ന് ചെയ്യാൻ പറ്റും. ഈ ത്രെഡുകളാണെങ്കിലും ഇത് നോക്കിയോ, പല സൈസ് ത്രെഡുകളുണ്ട്. ഊളിൻ്റെ, ഇതുപോലെയുള്ള ഊളിൻ്റെ നൂലുകൾ മാത്രമല്ല, അല്ലാതെ കോട്ടൺ നൂലുകളും നമുക്ക് കിട്ടും. അതുകൊണ്ടും നമുക്ക് ഓരോ സാധനങ്ങൾ ചെയ്യാം. ഓരോ തരം നൂലിനും ഓരോ തരം നീഡിലുകളാണ് നമ്മൾ ഉപയോഗിക്കുക. ചെറിയ ചെറിയ നീഡിലുകളുണ്ട്. ഈ നീഡിൽ കൊണ്ട് നമുക്ക് ഈ നൂല് ഉപയോഗിക്കാം. ക്രോഷ്യ കോട്ടൻ്റെ നൂല്, നിറ്റിംഗ് കോട്ടൻ്റെ നൂല്, അങ്ങനെ കോട്ടൺ നൂലുകളും അവൈലബിളാണ്. എല്ലാവരും ഊള് നമുക്ക് ഇവിടുത്തെ കാലാവസ്ഥയിൽ ആവശ്യമില്ലാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത്. എല്ലാവരും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, ചാനൽ ശ്രദ്ധിക്കുക. ഇത് പഠിപ്പിക്കുന്ന രീതിയിലാണ്, ആദ്യത്തെ സ്റ്റിച്ച് തൊട്ട് പഠിപ്പിക്കുന്ന രീതിയിലാണ്. ഇതൊരു മാറ്റാണ്, നമുക്ക് ടേബിൾ മാറ്റായിട്ട് യൂസ് ചെയ്യാം. ഇതിനുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കഴുകി പെട്ടെന്ന് ഉണങ്ങിയെടുക്കാൻ പറ്റും. ഫെയ്ഡാകാതെ, വളരെ നാൾ ഫെയ്ഡാകാതെ ഇരിക്കും. ഉപയോഗിച്ചാൽ പോലും പുത്തം പോലെ ഇരിക്കും. അങ്ങനെ നമുക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കി ചെയ്യാനായിട്ട് ശ്രമിക്കുക. പല പല സാധനങ്ങൾ നമുക്കിതുകൊണ്ട് ഉണ്ടാക്കാം. ഇത് ഞാനിപ്പോൾ ഇച്ചിരി മോഡലുകൾ എടുത്ത് വെച്ചതേ ഉള്ളൂ. നമുക്ക് പല പല സാധനങ്ങൾ ഉണ്ടാക്കി ഉപയോഗിക്കാം. പിന്നെ നമുക്കിത് ബിസിനസ്സായിട്ട് ചെയ്യാം. ചെയ്ത് നമുക്ക് കടകളിലാണെങ്കിലും കൊടുക്കാം, ഓൺലൈനിൽ കൊടുക്കാം. അങ്ങനെ ഏണിങ്ങിന് വേണ്ടിയിട്ടും നമുക്കിത് ഉപയോഗിക്കാം. നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ പ്രസൻറ്റേഷനായിട്ട് നമുക്ക് കൊടുക്കാം. ന്യൂ ബേബിക്ക് ഉടുപ്പുകളായിട്ടും, തൊപ്പി, സോക്സ്, ബേബി ഷാള്, ബേബി മാറ്റ്, അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്ത് കൊടുക്കാം. പണവും ലാഭിക്കാം, സമയവും വേസ്റ്റ് ആക്കാതിരിക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചാനൽ ഞാൻ തുടങ്ങാൻ ഉദ്ദേശിച്ചത്. നിങ്ങളെല്ലാവരെയും ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും തന്നെ ഇത് നോക്കി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒട്ടും തന്നെ സമയം നമ്മൾ വേസ്റ്റാക്കാതെ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കുക. നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ അത് വളരെയധികം പ്രയോജനം ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനും ഒരു സന്തോഷമാണ്. നമ്മൾ വേറെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ആലോചിക്കത്തില്ല. അപ്പോൾ നമുക്ക് വളരെയധികം സംഗതികൾ ചെയ്യാൻ പറ്റും. ഓർണമെൻറ്റ്സായിട്ട് ഒത്തിരി സംഗതികൾ ഇത് കൊണ്ട് നമുക്ക് ചെയ്യാം. കമ്മൽ, മാല, അങ്ങനെയുള്ള സംഗതികൾ ചെയ്യാം. ഉണ്ടല്ലോ, ഒരു ലോക്കറ്റാണ്, ഇത് ചെയിനിൽ ഉണ്ടാക്കി അതിനകത്തിടാം. അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാക്കാം. ചെറിയ ചെറിയ സാധനങ്ങൾ സമയം ഒട്ടും വേസ്റ്റ് ആക്കാതെ
ചെറിയ ചെറിയ സാധനങ്ങൾ ചെയ്യാനായിട്ട് നമുക്കധികം സമയമാകത്തില്ല. ഇത് കണ്ടു, ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്താണ്. ഫ്ലവറുകൾ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വെക്കാം. പിന്നെ കൊച്ചു പിള്ളേരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് വളരെ സന്തോഷമാണ്. അമ്മ ഉണ്ടാക്കിയ സാധനങ്ങൾ ഉപയോഗിക്കുന്നതാണ് മക്കൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ചെയ്യുന്ന സംഗതി. ചെറിയ ചെറിയ സാധനങ്ങൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എല്ലാവരും ഇതിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളിതൊന്ന് പഠിക്കുക എന്നതാണ്. നമ്മളൊരു പുതിയ കല പഠിച്ചു, ഒരു പുതിയ ആർട്ട് നമ്മൾ പഠിച്ചു, നമുക്കതിലൊരു സന്തോഷം ഉണ്ടാകണം. നമ്മൾ സമയം വേസ്റ്റ് ആക്കാതെ പുതിയൊരു കല ഞാൻ ഈ കൊറോണ കാലത്ത് പഠിച്ചു, അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റുന്നു, സമയം വേസ്റ്റ് ആക്കാതിരിക്കാൻ പറ്റും. എല്ലാവരും കിട്ടുന്ന സമയം പരമാവധി പ്രയോജനപ്പെടുത്തുക. നമ്മൾ വെറുതെ സമയങ്ങൾ വേസ്റ്റാക്കി കളയുകയാണ്. അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത്. സമയത്തിൻ്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഓരോന്ന് ചെയ്യണം. നമ്മുടെ തലമുറ കഴിഞ്ഞാൽ പോലും ഇത് നശിച്ചു പോകില്ല, ഇത് കിടക്കും അവിടെ. ഈ സാധനങ്ങളെല്ലാം നമ്മൾ പിന്നെ തലമുറ ഓർക്കും, എൻ്റെ അമ്മ ചെയ്തതാണ്, എൻ്റെ അമ്മൂമ്മ ചെയ്തതാണ് എന്നോ അവർ ഓർക്കും. അതുകൊണ്ട് നമുക്ക് ടേബിൾ ക്ലോത്തായിട്ട് ചെയ്യാം, ടീപ്പോയ് കവറായിട്ട് ചെയ്യാം, TV-ക്ക് കവറായിട്ട് ചെയ്യാം. അങ്ങനെ എന്തിനെല്ലാം ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നറിയാമോ? അതുകൊണ്ട് ചെയർ ബാഗായിട്ട് വളരെ യൂസ്ഫുള്ളായിട്ട് നമുക്ക് ചെയർ ബാഗുകൾ ഉണ്ടാക്കിയിടാം. നമ്മൾ തുണി കൊണ്ട് മേടിച്ച് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫെയ്ഡായി പോകും. പിന്നെയും നമ്മൾ വാങ്ങിക്കാൻ പോകണം. ഫെയ്ഡായി കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് വളരെ നാൾ യൂസ്ഫുള്ളായിട്ട് ഇത് കിടക്കും. പെട്ടെന്ന് കേടായി പോകില്ല, പെട്ടെന്ന് ഫെയ്ഡാകില്ല. പെട്ടെന്ന് വാഷ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. പെട്ടെന്ന് വാഷ് ചെയ്ത് ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇത് കേട്ടോ, ഒരു മാസ്കാണ്. മാസ്ക് വെക്കാൻ മടിയുള്ള പിള്ളേർക്ക് ഇതുപോലൊരു മാസ്ക് ഉണ്ടാക്കി വെച്ചാൽ അവർ ഈസി ആയിട്ട് വെക്കും. അവർക്ക് വളരെ സന്തോഷമാണ്. പലതരം യാണുകളുണ്ട്, പല തിക്നെസ്സുള്ള യാണുകളുണ്ട്. ഓരോ യാണിനും പറ്റിയ ഹുക്കുള്ള നീഡിലുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ നീഡിലുകളെല്ലാം കൂടെ നമുക്ക് ഒരു സെറ്റായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പോയി വാങ്ങിക്കേണ്ട കാര്യമില്ല. ആമസോൺ വഴി നമുക്ക് ഇത് വാങ്ങിക്കാവുന്നതാണ്. ഒരു സെറ്റായിട്ട് കിട്ടും. ഇതിൻ്റെ ഹുക്കിൻ്റെ വലിപ്പം അനുസരിച്ചാണ് ഈ ഓരോ ത്രെഡിനും നമ്മൾ ഉപയോഗിക്കുന്നത്. ഹുക്ക് ശ്രദ്ധിച്ച് എടുക്കുക. വലിയ കട്ടിയുള്ള നൂലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഹുക്കിൻ്റെ വലിപ്പം കൂടുതൽ, ഹുക്ക് അത് ഉടക്കി എടുക്കാൻ പറ്റിയ ഹുക്കുകളുള്ള ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെല്ലാം നോക്കിക്കോളൂ, ഇതെല്ലാം തന്നെ 3 mm അങ്ങനെ നമ്പറുകളുണ്ട്. ആ നമ്പർ നോക്കി നമ്മൾ ഹുക്കുകൾ എടുക്കുക. 2 ത്രെഡ് വെച്ച് നമ്മൾ ചെയ്യും. 2 ത്രെഡ് വെച്ച് ചെയ്യുമ്പോൾ വലിയ ഹുക്കുള്ള നീഡിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 2 ത്രെഡും പോകാതെ കിട്ടത്തക്ക രീതിയിൽ. ഇങ്ങനെ പല വെറൈറ്റി ഉണ്ടോ. ഇതെല്ലാം ഓരോന്നിനും ഓരോ നീഡിലുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ത്രെഡിൻ്റെ വലിപ്പം അനുസരിച്ച് അതിനുള്ള നീഡിൽ നമ്മൾ സെലക്ട് ചെയ്യുക. ത്രെഡും നീഡിലും നമ്മൾ സെലക്ട് ചെയ്തിട്ട് വേണം ചെയ്തു തുടങ്ങാൻ വേണ്ടിയിട്ട്. എല്ലാ ത്രെഡും കൊണ്ട് നമുക്ക് ചെയ്യാം. വേണ്ട ഏറ്റവും ചെറിയ ത്രെഡ് പോലും നമുക്ക് യൂസ് ചെയ്യാം. ക്രോഷ്യ കൊണ്ട് ഇച്ചിരി ശ്രദ്ധിച്ച് ചെയ്യേണ്ടി വരും. ഹുക്ക് ഉടക്കി ഇത് വലിച്ചെടുക്കുക. ഉണ്ടോ, ഇങ്ങനെയാണ് ഉണ്ടോ. ഓർണമെൻറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ ഈ ത്രെഡ് വരെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ചുള്ള നീഡിൽസ് നമ്മൾ സെലക്ട് ചെയ്യുക. ഹുക്ക് അനുസരിച്ചാണ് ഹുക്കിൻ്റെ വലിപ്പം നമ്മുടെ നൂലുമായിട്ട് ഉടക്കി എടുക്കാവുന്ന രീതിയിലുള്ള ഹുക്കുകൾ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പം ഇതെല്ലാ സാധനങ്ങളും നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. വലിയ ത്രെഡാകുമ്പോൾ അതിൻ്റേതായ ഹുക്ക് നമ്മളെടുത്തു. ഇതിപ്പം 3.5 mm അപ്പം നോക്കിയോളൂ. ഞാൻ അങ്ങനെ ഇട്ടെന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ ഇടാം. ഉണ്ടോ, ഹുക്ക് ഇങ്ങനെ ഇടാം.
ഏത് രീതി വേണേലും ഹുക്കിടാം. കണ്ടോ, ഇട്ടു. ഇത് വലിച്ചെടുക്കുക. അതിനുള്ള നീഡിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ത്രെഡിൻ്റെ അനുസരിച്ചാണ് നീഡിലുകൾ സെലക്ട് ചെയ്യേണ്ടത്. വണ്ണമുള്ള ത്രെഡാകുമ്പോൾ ഹുക്കിന് ഇച്ചിരി ഇതുള്ളത്, വലിപ്പമുള്ളത് ഈ നമ്പർ നോക്കണം. ആ ഹുക്കിൻ്റെ ആണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നൂല് സെലക്ട് ചെയ്യുക. നൂല് സെലക്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള നീഡിലും സെലക്ട് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, ഇതിനെല്ലാം ചെയിൻ്റെ സിമ്പലുകളാണിത്. ഇങ്ങനെ ഈ സിമ്പലുകളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് എവിടെ നോക്കിയാണേലും, പാറ്റേൺ നോക്കിയാണേലും, വീഡിയോ നോക്കിയാണേലും നമുക്ക് ചെയ്യാൻ പറ്റും. സിമ്പലുകളെല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കണം. നമ്മൾ ചെയിനാണ് സിമ്പിൾ ക്രോഷ്യ. അടിസ്ഥാനപരമായ സ്റ്റിച്ചുകളാണിത്. അതിൻ്റെ എല്ലാം സിമ്പലുകളാണിത്. നമ്മളിത് നോക്കി മനസ്സിലാക്കിയാൽ നമുക്ക് ഏത് പാറ്റേൺ ബുക്ക് നോക്കി ചെയ്യാം, വീഡിയോ നോക്കി ചെയ്യാം. എല്ലാത്തിനും അത് നമുക്ക് ഉപകരിക്കും. അടിസ്ഥാനപരമായ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്രോഷ്യ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. എല്ലാവരും തന്നെ ഇത് പഠിച്ചെടുക്കുക. ഓരോ സ്റ്റിച്ചുകളും പ്രത്യേകം കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അത് പഠിച്ച് എല്ലാവരും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ ചാനലിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് കാണുക, പഠിക്കുക.